ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബൂടെക്. അബൂടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ കടന്നിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് അവസാന ഭാഗത്തായിട്ട് ഞാൻ എൻ്റെ സിറാസ് ഇപ്പോൾ ചുള്ളി കൂട്ടി കിടക്കുകയാണ്. ഏകദേശം മുട്ടയിടാനൊക്കെ ആയിട്ടുണ്ട്. ഒരാഴ്ചയുടെ ഉള്ളിൽ മുട്ടയിടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. പക്ഷേ സിറാസ് നമ്മളിപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടു. പക്ഷേ ഇന്നിപ്പോൾ സിറാസ് മുട്ടയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ സിറാസിൻ്റെ മുട്ട കുറേ ആയിട്ട് മുട്ടയിടണില്ല. നമ്മൾ EVN 200 ഒക്കെ കൊടുത്തിട്ടാണ് മുട്ടയിട്ടിക്കണതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം സിറാസിന് ഒരു EVN 200 കൊടുത്തിട്ടില്ല. നമ്മൾ സിറാസിന് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരാഴ്ച അടുപ്പിച്ച് നമ്മൾ ഗ്രിറ്റ് കൊടുത്തു. നല്ല ഗ്രിറ്റ്, അതായത് നമുക്ക് ഒരു ചിലവുമില്ലാതെ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നൊരു സാധനമാണ് ഗ്രിറ്റ്. ഈ ഗ്രിറ്റ് വെച്ച് കൊടുത്ത ഒരാഴ്ചയുടെ ഉള്ളിലാണ് ഇട്ടത്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഇന്നലെയാണ് നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ രാവിലെ മുതൽ കടക്കൽ തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊന്ന് വന്ന് നോക്കുമ്പോൾ അവർ മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഒരാഴ്ചയുടെ ഉള്ളിൽ മുട്ടയിടുന്നതാണ്. പക്ഷേ അവർ ഒരു ദിവസമായപ്പോൾ തന്നെ മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാണിച്ചു തരാം. നമ്മൾ സിറാസിനെ കാണിച്ചു തരാം. സിറാസ് കൂട്ടിൽ മുട്ട കിടക്കുന്നുണ്ട്. നമ്മളൊരു മൺപാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മൺപാത്രത്തിലാണ് മുട്ട ഇട്ടിട്ടുള്ളത്. മുട്ട നമ്മളൊരു ഗ്രിറ്റ് മാത്രമേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മറ്റേത് നമ്മൾ EVN 200 കൊടുത്തിട്ടാണ് നമ്മൾ കഴിഞ്ഞതിൽ നമ്മളുടെ സിറാസ് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമ്മളൊരു EVN 200 ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നും കൊടുക്കാതെയാണ് അതായത് അവരുടെ കാൽഷ്യ കമ്മി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതും മാറിയിട്ടുണ്ട്. നമ്മളന്ന് അവർ മുട്ടയിടുന്നില്ല പറഞ്ഞിട്ട് നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മുട്ടയിട്ടിട്ടുണ്ടായില്ല. നമ്മൾ ചെയ്തതായിരുന്നു EVN 200. EVN 200 2 പ്രാവശ്യം വേറെ കൂട്ടിലിട്ടിട്ട് നമ്മൾ കൊടുത്തപ്പോൾ അവർ മണി പോലെ മുട്ടയിടാൻ തുടങ്ങി. അപ്പം അങ്ങനെ അന്നാണ് അവർ മുട്ടയിട്ടത്. അങ്ങനെ മുട്ടയിട്ടിട്ട് അതിനെ വിരിഞ്ഞതിൻ്റെ ചിക്സുകളുണ്ടായിരുന്നു. അതിലത്തെ ഒരു ചിക്സിന് കാല് വികലാംഗമായിട്ട്, അതായത് കാലിന് തീരെ നീച്ച് നിൽക്കാനോ ഒന്നിനും വയ്ക്കാതെ, തീറ്റ തീരെ കഴിക്കാതെ അങ്ങനെ ഒരു ചിക്ക് ചത്തുപോയി. ഒരു ചിക്ക് നമ്മളതിലുണ്ട്. നമ്മളതിൻ്റെ ഫോട്ടോസും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മളെ ചാനലിൽ. അപ്പോൾ എങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ എനിക്ക് കണ്ടപ്പോൾ, അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ എൻ്റെ പ്രാവിനെ നോക്കാൻ വന്നി. നമ്മൾ സിറാസിനെ സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ചെറുക്കന്, ഒരു ആസിഫാണ് ചെറുക്കൻ, അവന് നമ്മുടെ സിറാസിൻ്റെ ചിക്കനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് അവനക്ക് പാത്രം വെച്ച് കൊടുത്തിട്ട് ഞാൻ അവനോട് നമ്മൾ കഴിഞ്ഞ വീഡിയോ, അതായത് ഇന്നലെ ഇട്ട വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് അവൻ വന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നമ്മൾ സിറാസിന് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ മുട്ടയിടുന്നു ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ സാധ്യതയില്ല, നമുക്ക് നാളെ തന്നെ ഒരു വീഡിയോ ചിലപ്പോൾ വരും. എനിക്ക് ആ പ്രാവിൻ്റെ കടത്തം കണ്ടിട്ട് നാളെ തന്നെ മുട്ടയിടുന്നാണ് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞു അവനോട്. അപ്പോൾ അത് പറഞ്ഞ അതേമാതിരി തന്നെ ആയി. പ്രാവുകൾ മുട്ടയിടാനായിരുന്നെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അവർ എന്നാണ് മുട്ടയിടണമെങ്കിൽ ആ ദിവസം അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ളായിട്ട് അവർ പാത്രത്തിൽ കിടക്കുകയായിരിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ പേടിപ്പിച്ച് വിട്ട് പാത്രത്തിന് അവർ നീച്ചു പോയാൽ വീണ്ടും നമ്മൾ അവിടുന്ന് പോയാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും പാത്രത്തിൽ കിടക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സിറാസ് മുട്ടയിട്ടിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഇനി അവർ വിരിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിലിപ്പോൾ വേറെ കുറേ ബേഡുകൾ, പറവ, അതുപോലെ തന്നെ വേറെ 2-3 ജോഡികൾ ഇപ്പോൾ മുട്ടയിട്ട് വിരിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. അവരുടെ തൂവലൊക്കെ നല്ലവണ്ണം വന്നിട്ട് ഒന്ന് ഉഷാറാവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ അപ്ഡേഷൻ വീഡിയോ ഇപ്പോൾ ചെയ്യാത്തത്. അതെന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രിറ്റ് നമ്മൾ ഗ്രിറ്റ് വേറെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ വെള്ളപ്പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസം മുന്നേ രാത്രി ഭയങ്കര മഴയായിട്ട് ഗ്രിറ്റൊക്കെ പാത്രമൊക്കെ നിറഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഗ്രിറ്റ് നമ്മൾ കളഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒന്ന് പുതിയ ഗ്രിറ്റ് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രാവുകളൊക്കെ ഇപ്പോൾ ഗ്രിറ്റ് തിന്നുകയാണ്. എന്തായാലും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ബ്ലാക്കൊക്കെ ഗ്രിറ്റ് ഭയങ്കര തീറ്റയിലാണ്. ഉണ്ടോ നമ്മളെ ഫുൾ ബ്ലാക്ക് ഉണ്ടോ? അപ്പം ഭയങ്കര തീറ്റയിലാണ് ഗ്രിറ്റ്.
എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മളിപ്പോൾ ഗ്രിറ്റ് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുള്ളൂ. അന്ന് ഉണ്ടാക്കി വെച്ച ഗ്രിറ്റ് അന്ന് മഴ പെട്ടെന്ന് വന്നായിരുന്നു. മഴ വരും എന്നുള്ളൊരു ഒന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ തന്നെ മഴ പെയ്തത് രാവിലെ നീച്ചിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് മഴ പെയ്ത കാര്യം തന്നെ അറിയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഞാൻ. ഉപകാരപ്രദമായി നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അങ്ങനത്തെ അടിപൊളി വീഡിയോസുമായി ഇനിയുള്ള ദിവസങ്ങളിൽ കാണാതിരിക്കും. ബൈ.